ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ടെക് സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. നിങ്ങൾക്ക് ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയുവാൻ സാധിക്കും. ഈ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വരുന്ന ഫോളോയിങ് ബട്ടൺ പ്രസ് ചെയ്ത് സീഫസ് കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ടെക് അറിവുകൾ ലഭിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ നമസ്കാരം. സ്മാർട്ട് ഫോണിലെ ഈ ബട്ടണുകൾ പ്രവർത്തനക്ഷമമായെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഹോം ബട്ടൺ, ബാക്ക് ബട്ടൺ, മെനു ബട്ടൺ ഇവ ഏതെങ്കിലും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ സാധാരണയായി ഒരാൾ ചിന്തിക്കുക അത് മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് ഫിക്സ് ചെയ്യാം എന്നാണ്. എന്നാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോണിൽ ഈ ബട്ടണുകൾ ഏതെങ്കിലും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഒരു ചിലവുമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് അത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. സിമ്പിൾ കൺട്രോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില പെർമിഷൻസ് ആവശ്യപ്പെടും. സോ നിങ്ങളത് ഓൺ ചെയ്യുക. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ശേഷം തനിയെ ആപ്പ് ഓപ്പണായി വരും. നിങ്ങൾക്ക് കാണാം ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ കുറേയധികം ഓപ്ഷനുകളുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ആദ്യത്തെ ഈ ബോട്ടം എന്ന ഓപ്ഷൻ ഓൺ ആയിട്ടുള്ളത് കാണാം. അതുകൊണ്ട് തന്നെ താഴെ ഭാഗത്തായി ഒരു പിങ്ക് ബട്ടൺ വന്നതും കാണാം. ഞാൻ അതിൽ നിന്നും മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തപ്പോൾ ബട്ടണുകൾ, അതായത് ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, മെനു ബട്ടൺ ഇവ മൂന്നും വന്നതും നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങളുടെയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ മറ്റോ ഫോണിൻ്റെ ബട്ടണുകൾ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനക്ഷമമായിരിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ബട്ടണുകളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം താഴെ ഭാഗത്ത് വെറുതെ ഒന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ തന്നെ ആ ബട്ടണുകൾ വരും. അതുപോലെ തന്നെ ഹോം ബട്ടണിൽ പ്രസ് ചെയ്ത് ഒരിക്കൽ കൂടി മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ബട്ടണുകൾ അവിടെ നിന്നും അപ്രത്യക്ഷമാകും. ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ ലെഫ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ബട്ടണുകളുടെ സ്ഥാനം ഇടതുഭാഗത്തേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്താൽ ബട്ടണുകളുടെ സ്ഥാനം വലതുഭാഗത്തേക്കും മാറ്റാവുന്നതാണ്. ഞാൻ ഈ ആപ്പിൽ ഓൺ ചെയ്തു വെച്ചിട്ടുള്ളത് ബോട്ടം എന്ന ഓപ്ഷനാണ്. അതുകൊണ്ടാണ് താഴെ തന്നെ കീസ് വന്നത്. ഇനി ഇതിൽ തന്നെ ഐക്കൺസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഐക്കണുകളുടെ ഡിസൈൻ മാറ്റാൻ സാധിക്കും. ഇനി ഇതിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് കുറേ ഫീച്ചേഴ്സ് ലഭിക്കും. അതായത് ബട്ടൺ എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആവശ്യമില്ലാത്ത ബട്ടണുകളെ നമുക്ക് ഡിസേബിൾ ചെയ്തു വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല എങ്കിൽ അവയുടെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാനുള്ള ഓപ്ഷനും അതിലുണ്ട്. ഇനി തൊട്ട് താഴെയായി ലോങ് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് ഈ ബട്ടണുകളിലേക്ക് ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്യാൻ സാധിക്കും. ബാക്ക് കീയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ക്യാമറയാണ്. അതിനാൽ തന്നെ ഈ ബാക്ക് കീയിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ക്യാമറ ഓപ്പൺ ആകും. അതുപോലെ തന്നെ എല്ലാ ബട്ടണും നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. കൂടാതെ ബട്ടണുകളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ അത് മറ്റാർക്കെങ്കിലും ഉപകരിക്കപ്പെട്ടേക്കാം. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന കൂടുതൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവയൊക്കെയും തന്നെ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.